എന്താണ് സുപ്രീം കോടതിയെന്നും സുപ്രീം കോടതിയുടെ പരമാധികാരം എന്താണെന്നും കൃത്യമായി പറഞ്ഞു വെക്കുക മാത്രമാണ് സഞ്ജീവ് ഖന്ന ചെയ്തതെങ്കിൽ അത് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അധികാരം ഏൽക്കുന്നത്. രാഷ്ട്രപതിയാണ് കൃത്യമായി വാചകം ചൊല്ലിക്കൊടുക്കേണ്ടത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പാർലമെന്റിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ ഒരു വൻ നീക്കം ഉണ്ടാകുമെന്നത് വ്യക്തമാണ്. സുപ്രീം കോടതിക്കെതിരെ ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻകർ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ വെള്ളം കുടിക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഗോദി മീഡിയകൾ സുപ്രീം കോടതിയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഏതാനും ചിലർ വന്നിരുന്നു. റിപ്പബ്ലിക് ചാനൽ അടക്കമുള്ളവരെ കൃത്യമായി മോണിറ്റർ ചെയ്തിരിക്കുകയാണ് ഇവിടെ. എന്താണ് ഒരു വ്യക്തിയുടെ അധികാരം, എന്താണ് സ്വാതന്ത്ര്യം എന്ന് ക്ലിയർ കട്ടായി ഇന്ത്യൻ ഡെമോക്രസിയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ മാത്രമേ മാധ്യമ സ്ഥാപനങ്ങൾക്കുമുള്ളൂ. അല്ലാതെ പ്രത്യേകമായിട്ട് ഒരു നിയമമോ ഒരു അധികാരമോ ഇവർക്കാർക്കും ഇല്ല എന്നുള്ളത് അർണബ് ഗോസ്വാമി ഉൾപ്പെടെയുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഗവായിയുടെ തീരുമാനം. കർശന നിബന്ധനകളിലേക്ക് കടക്കുകയാണ് എന്നത് വ്യക്തമാണ്. അതിന് മുന്നോടിയായി പാർലമെന്റിൽ അടിയന്തര യോഗം ചേരണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇതുവരെ അതിന് വഴങ്ങിയിട്ടില്ല. കാരണം വിശദീകരിക്കുമ്പോൾ പല കാര്യങ്ങളിലും വ്യക്തതയില്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കും. ഇവിടെ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സിനെ ഒരു രീതിയിലും അവരുടെ പ്രവർത്തനങ്ങളെ നിർത്തിവെക്കാൻ മൂന്നാമതൊരു ലോകശക്തി ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇന്ത്യയോട് പാകിസ്ഥാൻ യാചിച്ചതിൻ്റെ ഫലമായി ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഇരു രാജ്യങ്ങളും ഒടുവിൽ വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹം വിവരിച്ചത്. എന്നാൽ US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദങ്ങൾ കൃത്യമായും എതിർത്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് പറയുന്നത്. അത് US എംബസിയെ വിളിച്ച് അവർക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കാത്തത് എന്താണ് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നരേന്ദ്രമോദിയോട് ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെയും സുപ്രീം കോടതിയെയും കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെയോ ആക്രമിക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ജഗ്ദീപ് ധൻകറിന് ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. പാർലമെന്റ് ചേർന്നാൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കൃത്യമായി ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തുമെന്നത് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് രാജ്യസഭയിൽ ജഗ്ദീപ് ധൻകറിനും പ്രശ്നമുണ്ടാകുമെന്നത് തീർച്ചയാണ്.